ഇപ്പോൾ വരുന്ന അപകടം പിടിച്ച കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പിന്നെയും സംശയമുണർത്തുന്ന ഒരു വാർത്ത വരികയാണ്. തൃശ്ശൂർ മുളയം കൂട്ടാലയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തി. കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. മകൻ സുമേഷ് പുത്തൂരിലെ ബന്ധുവീടിനടുത്തു നിന്നും പിടിയിലായിട്ടുണ്ട്. സുന്ദരനെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സൂരജ്, ഈ സംഭവ സ്ഥലത്താണോ സൂരജ് ഇപ്പോഴുള്ളത്? നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ മുളയത്ത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. ഇത് ആളൊഴിഞ്ഞ പറമ്പാണ്. ആ പറമ്പിലാണ് ഇങ്ങനെ ചാക്കിൽ കെട്ടിയ നിലയിൽ സുന്ദരൻ എന്ന 80 വയസ്സിനടുത്ത് പ്രായമുള്ള ആളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വൈകുന്നേരത്തോടുകൂടി ഈ മൃതദേഹം ഇവിടെ കണ്ടെത്തുകയായിരുന്നു. അതായത് ഉച്ച തുടങ്ങി ഈ സുന്ദരനെ കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മകൻ സുമേഷിനെയും ഈ സമയത്ത് തന്നെ കാണാതാകുന്നു. പിന്നീട് പോലീസ് ഇപ്പോൾ ഈ സുമേഷിനെ പുത്തൂരിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആ വീടിന് പുറകിലെ പറമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സുമേഷ്. അവിടെ നിന്നാണ് മണ്ണുത്തി പോലീസ് ഇപ്പോൾ ഈ സുമേഷിനെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മണ്ണുത്തി സ്റ്റേഷനിലേക്ക് സുമേഷിനെ എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കും. നിലവിൽ പോലീസ് സംശയിക്കുന്ന ഇപ്രകാരമാണ്. അതായത് ഈ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതിനു ശേഷം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. അതായത് ഈ കൈകാലുകൾ അടക്കം ബന്ധിപ്പിച്ച നിലയിലാണ് ഈ മൃതദേഹം ഉള്ളത്. നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. ഇത് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു ഉച്ചയ്ക്ക് ഒരു 3:30 ശേഷമാണ് ആളെ കാണാനില്ല എന്ന് അറിഞ്ഞത്. അതിനുശേഷം എല്ലായിടത്തും തെരഞ്ഞപ്പോഴാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. സുമേഷ് എപ്പോഴായിരുന്നു ഒടുവിൽ ഇവിടെ വന്നതൊക്കെ? സുമേഷ് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പകലും ആളെ കണ്ടിട്ടുണ്ട്. ശേഷമാണ് ഈ അച്ഛനെയും മകനെയും രണ്ടുപേരെയും കാണാതായത്. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം. മകൻ ഇവിടുത്തെ സ്ഥിര താമസക്കാരനല്ല. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അച്ഛനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ കരുതാം. നാട്ടുകാർ തന്നെയാണോ എന്നിട്ട് ഇത് കണ്ടെത്തുന്നത്? നാട്ടുകാരാണ് കണ്ടെത്തി. എന്തായാലും ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ, പ്രതിയെന്ന് സംശയിക്കുന്ന മകൻ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അല്പസമയത്തിനകം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്.